ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ കേൾക്കും, ഒന്ന് ക്ഷമിക്കണം, കാരണം അകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്ത് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത എൻ്റെ പ്രസൻറ്റേഷനാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ ചെയ്യുന്നതും പിന്നെ ലൈക്ക് കോളേജിലെ മൊത്തം പരിപാടിയൊക്കെ കുറച്ച് വീഡിയോസായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണം. എത്രമാത്രം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം കോളേജിൽ ഫോട്ടോസോ വീഡിയോസൊന്നും വലുതായിട്ട് എൻകറേജ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോളേജിൽ സാരി എന്നെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കോട്ടൺ സാരി ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടും നല്ലതാണ്, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാരി എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് അല്ല, മിനിമലായിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ട് മുഖത്ത് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടും ഡാർക്ക് സർക്കിൾസ് കൂടുതലായതുകൊണ്ടും കൺസീലറൊക്കെ ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സാരിക്ക് പറ്റിയ രീതിയിലുള്ള ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്താണ് ഇട്ടത്. അത് അന്ന് രാവിലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആയിരുന്നു. പിന്നെ ജ്വല്ലറിയും അതിനനുസരിച്ച് കോട്ടൺ സാരി എടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലതായിട്ട് അതിനനുസരിച്ച് മിനിമലായിട്ടുള്ള ജ്വല്ലറീസും യൂസ് ചെയ്ത് ഞാൻ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലുക്കൊന്നുമല്ല, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഓക്കെ, ഒരു കോൺഫിഡൻസിന് പറ്റിയ രീതിക്കുള്ള ഒരു ലുക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജിമ്മൊക്കെ ഇടയ്ക്ക് വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ട് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഒരു പ്രസൻറ്റേഷന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കഷനും ആൾക്കാർ പെയറായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് പെയറായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് വെൽക്കം സ്പീച്ച് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടെ പോയി ഒന്ന് കോക്കറിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇവളിങ്ങനെ ചെയ്യണം കണ്ടിട്ട് ഒരു 2 ഡയലോഗൊക്കെ അടിച്ചപ്പോൾ നാണിച്ചൊക്കെ ഓടുന്നതൊക്കെ കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസൻറ്റേഷനും വന്നു. ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഈ ക്ലിപ്പിങ് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തിനാണ് എൻ്റെ മുഖവും വീർപ്പിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. പുറത്തുനിന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തിനിങ്ങനെ മുഖവും വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കണേന്ന്. പക്ഷേ എൻ്റെ റെസ്റ്റിംഗ് ഫേസ് അങ്ങനെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫിറ്റൊക്കെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പം ഞങ്ങളങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിറ്റൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുറകെയുള്ള മറ്റേ ആ കബോർഡിൻ്റെ ഡോറൊക്കെ തുറന്ന് വന്ന് മണ്ടയിൽ അടിക്കൊക്കെ ഒരു അടിയൊക്കെ കിട്ടിയിട്ടൊക്കെയാണ് നിന്ന്. അപ്പം ഞങ്ങൾ ഫിറ്റൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ മാത്രമേ ഫിറ്റൊക്കെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ ദിവസം കോളേജ് ഡേ ഒന്ന് അവസാനിപ്പിക്കുന്ന ഒരു ചായയല്ല കോഫിയാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ അതിലാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 9 മണി, രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും മണി 7, രാത്രി 7 മണിയായി. എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് തിരിച്ച് വന്നത്. പക്ഷേ ലൈക്ക് ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആക്ച്വലി ഈ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ഹെക്റ്റിക്കായിട്ടാണ് പോയത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാത്രമല്ല, എൻഡ് ആകുന്നത് വരെ ഭയങ്കര ഹെക്റ്റിക്കായിട്ടാണ് പോയത്. പ്രത്യേകിച്ച് ഞാൻ ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്തത് വന്നിട്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ്, പീപ്പിൾസ് വാച്ച് എന്ന് പറഞ്ഞിട്ട് മധുരയിൽ കുറച്ച് നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷനും കൂടെയാണ്. അപ്പം അതുവരെ സോഷ്യൽ വർക്കിൽ എംപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ് സൈഡ് മാത്രം കണ്ടിട്ട് പെട്ടെന്നൊരു ഓർഗനൈസേഷനിൽ പോയപ്പോഴത്തേക്കും ലൈക്ക് അതും ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, അവർ മേജറായിട്ട് വർക്ക് ചെയ്യുന്നത് കസ്റ്റോഡിയൽ ഡെത്ത്, കസ്റ്റോഡിയൽ ടോർച്ചർ അങ്ങനെയുള്ള ഒരു നേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ പോയപ്പോഴത്തേക്കും എനിക്കത് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ഓർഗനൈസേഷൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ടൊന്ന് സെറ്റ് ആവാൻ തുടങ്ങി. അവർ ചാലഞ്ചസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചാലഞ്ചസ് പറയുമ്പോഴത്തേക്കും എനിക്ക് അവിടെ നടന്ന ഓരോ സംഭവങ്ങളും ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം എല്ലാം പുതിയതായിട്ട് ഞാൻ പഠിക്കുന്നതും പുതിയതായിട്ട് ലേൺ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം പുതിയതായിട്ട് പഠിച്ചാലും അതെനിക്ക് വലിയൊരു ചാലഞ്ചായിട്ടിരുന്നാലും ആ ചാലഞ്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ എവിടെ നിന്ന് എനിക്കത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അത്രയും നല്ലൊരു ഓർഗനൈസേഷനിൽ ഇൻറ്റേണായിട്ട് പോയിട്ട്
അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു കംപ്ലീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ല പ്രസൻറ്റേഷൻ ചെയ്ത് കഴിയുക എന്നുള്ളതാണ്. അപ്പം ഒരു 2 months കഷ്ടപ്പാടാണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഫീഡ്ബാക്സ് ഒക്കെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും ഇറ്റ് വാസ് നൈസ് എന്നെനിക്കൊരു ഫീൽ വന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതിൽ വലിയൊരു കോണ്ടൻ്റ് ആയിട്ടൊന്നും ഈ വീഡിയോയിൽ കാണത്തില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നെക്കൊണ്ട് എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള അപാകതകളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണും. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് ഇത് തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഇപ്പോൾ MSW സ്റ്റുഡൻസ് ഒക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കമൻറ്റ്സ് മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ബൈ.